ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് പെരുമ്പ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ അൽക്കൂർ പാർക്കിലേക്ക് പോയാണ്. നമ്മൾ ഈദിൻ്റെ ലാസ്റ്റ് ഹോളിഡേ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കൂട്ടുകാരനെ പിക്ക് ചെയ്ത് നേരെ അൽക്കൂർ പാർക്കിലേക്ക് പോവാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അവിടെ മൃഗങ്ങൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടും പിന്നെ അതേപോലെ തന്നെ അവിടെ പാർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നേരെ അങ്ങോട്ടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവിടെ പോയിട്ടുള്ള വിശേഷം നമ്മൾക്ക് ഈ വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മളൊരു 4 മണി 4:45 ഉള്ളിൽ നമ്മൾ അൽക്കൂർ പാർക്കിലേക്ക് എത്തി. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ പോകുന്നത് ഒരു സൗദിയിൽ നിന്ന് വന്ന ഒരു വാഹനമാണ്. അത് ഇത് കണക്കിന് കുറേ ടൂറിസ്റ്റ് വാഹനങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് പാർക്കിംഗ് എവിടെയും കിട്ടിയില്ല. പാർക്കിംഗ് സ്പേസിലൊന്നും പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ വെളിയിൽ പുറത്തോട്ട് വേറൊരു കച്ച ഭാഗത്താണ്, കച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ടാറിംഗ് ഇല്ലാത്തൊരു ഭാഗത്താണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ക്ലോസ് ആയിരുന്നു. പിന്നെ പുറത്ത് വെളിയിൽ കുറച്ച് ബാർകോഡൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. ആ ബാർകോഡിൽ നമ്മൾ സ്കാൻ ചെയ്ത് അതുവഴിയാണ്, ഓൺലൈൻ വഴിയാണ് പേ ചെയ്യേണ്ടത്. അങ്ങനെ പേ ചെയ്ത് അകത്തേക്ക് വരുമ്പോൾ ഇത് മെയിൻ എൻട്രൻസ് ആണ് നിങ്ങൾ കാണുന്നത്. മെയിൻ എൻട്രൻസിലൂടെ അകത്തേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവരെ ലയണ്ടത് പിന്നെ അതേപോലെ ടൈഗറിൻ്റെ ഒക്കെ കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത്. സെക്യൂരിറ്റി നമുക്ക് തന്ന ഇൻഫർമേഷൻ പ്രകാരം 5 മണിയാകുന്നതോടെ ലേണ്ടതും അതേ കണക്കിന് ഈ ഒരു ടൈഗറിൻ്റെ ഒക്കെ ആ ഒരു ഏരിയ ക്ലോസ് ആവുന്നതാണ് നമുക്ക് സെക്യൂരിറ്റി തന്ന നിർദ്ദേശം. അതുപ്രകാരം തന്നെ ഞാനും എൻ്റെ സുഹൃത്തിൻ്റെ ഫാമിലിയൊക്കെ കൂടി നേരെ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് നടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇതിൻ്റെ അകത്തോട്ടേക്ക് കയറുമ്പോൾ തന്നെ ഏകദേശം 4:30 മണി കഴിഞ്ഞിരുന്നു. ഇനി നിങ്ങളാരെങ്കിലും ഈ ഒരു പാർക്കിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ എത്തുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ലൈറ്റിങ്ങിൽ എല്ലാ കേജും കവർ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 മണി 4:30 മണി ആയിക്കല്ലോ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മാത്രം കവർ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇരുട്ട് വന്നു തുടങ്ങും. ആ ഒരു സമയം നേരെ ഓപ്പോസിറ്റുള്ള നിങ്ങൾ മെയിൻ എൻട്രൻസിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ സീബ്ര, ജിറാഫ് അങ്ങനെയുള്ള പല മൃഗങ്ങളും ആ ഒരു ഏരിയയിലുണ്ട്. ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോഴേക്കും ഇരുട്ടായി തുടങ്ങും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാ ഏരിയയും കവർ ചെയ്യണമെങ്കിൽ ഏകദേശം നിങ്ങളൊരു 3 മണിക്കെങ്കിലും ഈ ഒരു പാർക്കിലേക്ക് എത്തിച്ചേരണം. ഈ ഒരു പാർക്കിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന പുലി ആയിക്കഴിഞ്ഞാലും പിന്നെ സിംഹമായി കഴിഞ്ഞാലും എല്ലാം നല്ല ആക്റ്റീവും നല്ല എനർജിയും ആയിട്ടുള്ളതും അതേപോലെ തന്നെ നല്ല ഉഷാറുള്ള സിംഹവും പുലിയും ഒക്കെയാണ് ഇവർ അൽക്കൂർ പാർക്കിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പോസ് ചെയ്യുന്ന രീതിയിൽ തന്നെ അതിൽ ഓരോ കൂടിലുള്ള സിംഹമായാലും പുലിയായാലും അത് വാക്കിംഗ് ചെയ്യുകയും പിന്നെ ഫോട്ടോ പോസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ട്രെയിനിങ് കിട്ടിയ പിന്നെ ഐറ്റംസ് തന്നെയാണ് ഇവർ അൽക്കൂർ പാർക്കിലേക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നതാണ്. ഓരോ കൂടിൻ്റെ ഫ്രണ്ടിലും അതാത് കേജിലിരിക്കുന്ന ആനിമൽസിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഇവിടെ അവർ പിന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതിന് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിലും എത്ര വർഷം അത് ജീവിക്കും, പിന്നെ ഏത് ഇനത്തിൽപ്പെട്ടതാണ്, ഏത് കൺട്രിയിൽ നിന്ന് വന്നതാണ്, അങ്ങനെയുള്ള എല്ലാ തരം ഡീറ്റെയിൽസും ആ ഒരു ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട്.
സിംഹമായി കഴിഞ്ഞാലും ഇനി പുലികളായി കഴിഞ്ഞാലും പുലികൾ പല ടൈപ്പ് പുലികളും ഇതിൽ കൊള്ളിച്ചിട്ടുണ്ട്. പുള്ളി അതാണ് വരയുള്ളത്, അങ്ങനെ പല ടൈപ്സും ഇവരിവിടെ കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. ഒന്നും ഒരു ക്ഷീണം പിടിച്ചതോ അങ്ങനെയുള്ള ടൈപ്സ് ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല. എല്ലാം നല്ല എനർജറ്റിക് ആയിട്ടുള്ള പുലികളും സിംഹങ്ങളായാലും നല്ല ഉഷാറുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നഷ്ടം വരില്ല. ഈ ഒരു ഏരിയനെ നിങ്ങൾക്ക് അത്യാവശ്യം കാണാനുണ്ട്. നല്ല വലിയ സ്പേസ് ഉണ്ട്. നല്ല ഒരു വലിയൊരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു കേജ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. മക്കൾക്ക് രണ്ടാക്കും ഈ ഒരു സൂ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ ആദ്യമായിട്ടാണ് പുലിനെയും സിംഹത്തിനെയൊക്കെ നേരിട്ട് കാണുന്നത്. നമ്മൾ ഓൾറെഡി നാട്ടിൽ നിന്ന് കഴിഞ്ഞ ലാസ്റ്റ് വെക്കേഷനിൽ ഒരു സൂവിലേക്ക് പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ നമ്മൾക്കത് പോകാൻ പറ്റിയില്ല. ആ ഒരു വിഷമം ഞാൻ എന്തായാലും ഇവിടുന്ന് മാറ്റിത്തരുന്ന അവരോട് അഗ്രി ചെയ്തതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഹോളിഡേയ്സ് അതിന് വേണ്ടിയിട്ടായിട്ട് മാറ്റിവെച്ച് അങ്ങനെ ഇത് വെക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എന്നോട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഹോളിഡേയുടെ ലാസ്റ്റ് ഡേയിൽ അങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നതാണ്. പക്ഷെ എന്തായാലും മോശമായിട്ടില്ല, നല്ല അടിപൊളി. അത്യാവശ്യം ഒരുപാട് കാണാനുണ്ട്. അതേ കണക്കിന് ഈ ഒരു ടീം ചെയ്യുന്നത് പോലെ ഇത് കണക്കിന് ഡയറക്റ്റ് നമ്മൾക്ക് അവിടെയുള്ള ആനിമൽസിന് ഫുഡ് ഫീഡ് ചെയ്യാനുള്ള യാതൊരു അധികാരവും ഇല്ല. സെക്യൂരിറ്റി കാണുമ്പോൾ അവർ ഓൾറെഡി ഇൻഫോം ചെയ്യുന്നുണ്ട് അത് കൊടുക്കാൻ പാടില്ല എന്ന് ഇൻഫോം ചെയ്യുന്നുണ്ട്. എന്നാലും ആൾക്കാർ ഈ ഓരോരോ സാധനം കാണിച്ച് അതിനെ ഇട്ട് വട്ട് കളിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റായ ഒരു പ്രവണതയാണ്. ആരും ഇത് കണക്കത്തെ കാര്യങ്ങളൊന്നും മാക്സിമം അവോയ്ഡ് ചെയ്യാതിരിക്കുക. എന്ന് പറഞ്ഞാൽ അവരെ കൊടുക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. അത് ഓൾറെഡി സെക്യൂരിറ്റി അവിടെ ഇൻഫോം ചെയ്യുന്നുണ്ട് അത് കൊടുക്കരുതെന്ന്. പിന്നെ അവരെന്തിനാന്ന് കളിപ്പിച്ചെന്ന് അറിയില്ല. അങ്ങനെ ആരും ചെയ്യാതിരിക്കുക. മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഈ ഒരു പാർക്ക് എന്തായാലും മുതിർന്നവർക്കും കുട്ടികൾക്കും ഏറെ ഇഷ്ടപ്പെടും. അത്യാവശ്യം വലിയ പാർക്കാണ്. അതുകൂടാണ്ട് തന്നെ ഇതിൽ എല്ലാ സൗകര്യങ്ങളുണ്ട്. ആനിമൽസ് മാത്രമല്ല, കുട്ടികൾക്ക് കളിക്കാൻ നല്ല അടിപൊളി ഹ്യൂജ് ഏരിയ ഇതിൽ ഉണ്ട്. അതേപോലെ തന്നെ കുട്ടികൾ റൂമിൽ തന്നെ അധികം ഇവർ റൂമിലായിരിക്കും. നമ്മളൊക്കെ വർക്കിന് പോയി കഴിഞ്ഞാൽ റൂമിലായിരിക്കും. ഇപ്പോൾ സ്കൂൾ തുറന്നുകൊണ്ട് സ്കൂളും പഠനവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികളെ മൈൻഡ് ഒന്ന് ഫ്രീ ആയി കിട്ടണമെങ്കിൽ ഇതേ അങ്ങനെയുള്ള പാർക്കുകളിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് ഫ്രീ ആവുള്ളൂ. അതേപോലെ തന്നെ നിസ്കരിക്കുന്നവർക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ അകത്ത് നല്ല അടിപൊളി പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ വേറെയും ഇതേ കണക്കിന് ഈ സൈഡിൽ കാണുന്നത് പോലെയുള്ള
സ്ലൈഡറും കാര്യങ്ങളും അത് ഒരുപാട് കളിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഈ ഒരു പാർക്ക് ഇഷ്ടപ്പെടുന്നത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു കേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു കേജ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി മുമ്പ് ചെയ്തതാണ്. പിന്നെ ഇതിൽ അഡീഷണൽ പുതിയത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ സിംഹവും പുലിയൊക്കെ ഇട്ടിരിക്കുന്ന ആ ഒരു പിന്നെ ഭാഗമാണ് ഇവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ മുമ്പേ ഉള്ള പഴയുള്ള തന്നെയാണ്. പിന്നെ ഈ ഒരു കേജ് ഉണ്ടാക്കിയിരിക്കുന്നത് കൂടുതൽ മയിലുകളൊക്കെയാണ് ആദ്യം ഇതിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറേ വേറെയും കുറേ പക്ഷികളെയും ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കേജ് കയറുമ്പോൾ നമ്മൾക്കൊരു നാട്ടിലത്തെ ഒരു ഫീലാണ്. ആ അരുവികളും വെള്ളം ഒഴുകുന്നൊക്കെ കാണുമ്പോൾ ഒരു നാട്ടിലേക്ക് പോയ ഒരു ഫീലാണ്. അപ്പോൾ ഫുള്ളും കാണുമ്പോൾ നാച്ചുറലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറേ ടൈപ്പ് മയിലുകൾ ഇതിൻ്റെ അകത്തിട്ടിട്ടുണ്ട്. അത് ടൈപ്പ് എന്ന് പറയാൻ ഉദ്ദേശിച്ചത് പിന്നെ ആൺമയിൽ പെൺമയിൽ അത് കൂടാണ്ട് പിന്നെ ഇത് ഡിഫറെൻറ്റ് കളർ വരുന്നത്, ഡിഫറെൻറ്റ് കളർ മിക്സഡ് കളർ വരുന്ന മയിലൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ കാണാൻ നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. അതിനൊക്കെ ഇവർ ഇതിലൊരു റാമ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടിയിലെ കൂടിയാണ് താഴെ കൂടെയാണ് പിന്നെ ഈ മയിലുകളും ഇതൊക്കെ വാക്ക് ചെയ്യുന്നത്. ഈ ഒരു കേജ് കയറിയാൽ തന്നെ അത്യാവശ്യം ടൈം കൂടി തന്നെ സ്പെൻഡ് ആവും. അത്രക്കും നല്ല രീതിയിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ കൂടുതൽ നമ്മളൊരു മൈൻഡൊക്കെ ഫ്രീ ആയി കിട്ടും. പക്ഷികൾ ഇതൊക്കെ ഓടുന്നതും അതിൻ്റെ കളികളൊക്കെ കാണുമ്പോൾ നമ്മുടെ മൈൻഡും ഫ്രീ ആവും. ഒരു റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈൻഡ് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഈ ഒരു പാർക്ക്. ഈ ഒരു പക്ഷി അധിക പേരും കാണാൻ ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ ഈ ഒരു പക്ഷി ദേശാടന പക്ഷികളുടെ കൂട്ടത്തിൽ അധികവും നമ്മളെ നാട്ടിൽ വയലിലൊക്കെ കാണാറുണ്ട്. അതേ സെയിം കാറ്റഗറിയിൽപ്പെട്ട ബേർഡ് തന്നെയാണെന്ന് തോന്നുന്നത്. ഈ ഒരു ബേർഡിനെ ഞാൻ ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത്. എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. ഫോട്ടോയിലൊക്കെ മാത്രമാണ് ഇതിനു മുമ്പ് ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളൂ. നിങ്ങളിത് നേരിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിതിൽ കമൻറ്റ് ചെയ്യട്ടോ.
ഒരു ഭാഗത്ത് നിറയെ ആനിമൽസ് ഉണ്ട്. ഈ ഒരു ഭാഗത്താണ് ആട് മുതൽ ഒട്ടകപ്പക്ഷി, അതെങ്ങനെ യമു, ജിറാഫ്, പിന്നെ സീബ്ര, അങ്ങനെ നിറയെ ഐറ്റംസ്, മാനുകൾ, അങ്ങനെ നിറയെ ഐറ്റംസ് ഈ ഭാഗത്താണ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഖത്തറിലെ പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ പുതിയ ഏരിയകളും ഭാഗങ്ങളും ഒക്കെ ആയിട്ട് ഇന്നും എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈ ഖത്തറിലെ പല ഭാഗങ്ങളും ചിലപ്പോൾ നിങ്ങൾ കണ്ട ഭാഗങ്ങളായിരിക്കും, അല്ലാത്ത ഭാഗങ്ങളും ഇതിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും. ബൈ.